തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇന്ന് ശിക്ഷാവിധി വരികയാണ്. പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനെന്ന തിരുവനന്തപുരം പോക്സോ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങിയായിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഇയാൾ ഉപേക്ഷിച്ചു. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ, നമ്മുടെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തുകയും നമ്മളെയൊക്കെ അമ്പരപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഉറപ്പായിട്ടും. കാരണം നമുക്കിതാ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ കണ്ടാൽ മനസ്സിലാകും. ഇതാണ് ഈ ചാക്ക ഭാഗത്ത്, അതായത് നമ്മുടെ തിരുവനന്തപുരം ശംഖുമുഖത്തേക്ക് പോകുന്ന റോഡിൽ അന്ന് നാടോടി സംഘം തമ്പടിച്ചിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അന്ന് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയതും. 2024 ഫെബ്രുവരി 19 പുലർച്ചെയാണ് ഈ ചാക്ക റെയിൽവേ സ്റ്റേഷൻ പുറമ്പോക്കിന് സമീപത്തെ ഈ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി എന്നയാൾ തട്ടിക്കൊണ്ടുപോയത്. പീഡിപ്പിച്ച ശേഷം നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ തന്നെയുള്ള ഇവിടുന്ന് ക്യാമറ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതൊരു വിജനമായ സ്ഥലമാണ്. ഇവിടെ അന്നൊരു ഒരു തമ്പടിച്ച് നാടോടി സംഘം താമസിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയുള്ള റെയിൽവേ ട്രാക്കിന് സമീപം ഏതാണ്ട് ആ ഭാഗത്തേക്കായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ഒരു ഭാഗത്തേക്കായിരുന്നു ആ കുഞ്ഞിനെ അന്ന് ഉപേക്ഷിച്ചതും പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചതും. അന്ന് ഈ സംഭവം വലിയ വിവാദമായി, കുട്ടിയെ കാണാനുള്ള എന്നുള്ള കാര്യം വിവാദമായി. മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ അവിടെ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വിവാദമായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വിധി വരുന്നത്. ഉടൻ തന്നെ കുട്ടി, അതായത് അന്ന് വൈകുന്നേരത്തോട് കുട്ടിയെ കണ്ടെത്തുന്നു. അതിനുശേഷം കുട്ടിയെ ഉടൻ തന്നെ SAT ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടാണ് കുട്ടിയെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഇക്കാണുന്ന ഈ ബ്രഹ്മോസിന്റെ മതിലാണിത്. ഈ ബ്രഹ്മോസിന്റെ CCTV ദൃശ്യങ്ങളിൽ ഹസൻകുട്ടി ഈ കുട്ടിയുമായി പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞതായിരുന്നു. അതിനുശേഷം ആ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതി ഹസൻകുട്ടി തന്നെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. പിന്നീട് പലതരത്തിലുള്ള അന്വേഷണം ഇയാളെ കണ്ടെത്താനായി. ഇയാൾ ആദ്യം ആലുവയിൽ പോയി, പിന്നാലെ പളനിയിൽ പോയി രൂപമാറ്റമൊക്കെ വരുത്തി. അതിനുശേഷം ഇയാൾ വീണ്ടും കൊല്ലത്തേക്ക് എത്തുന്ന സമയത്താണ് പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിയുന്നത്. ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിന്റെ വിചാരണ ഘട്ടം വളരെ നാടകീയമായിരുന്നു. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ കൊടുത്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിലേറ്റവും പ്രധാനം ഈ കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലത്തിൽ പീഡനം സ്ഥിരീകരിച്ചതും ഈ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വലിയ പിടിവള്ളിയാക്കി ഉയർത്തി. കൂടാതെ കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ശാസ്ത്രീയ പരിശോധനയിൽ ഒന്നാണെന്ന് കണ്ടെത്തിയതും വിചാരണ ഘട്ടത്തിൽ നിർണായകമായി. 41 സാക്ഷികളെ വിസ്തരിക്കുകയും 62 രേഖകളും 11 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തു. ശേഷമാണ് തിരുവനന്തപുരം പോക്സോ കോടതി ഈ കേസിൽ ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. എന്നാലും ഇന്ന് 11 മണിയോടുകൂടി ഈ കേസിൽ തിരുവനന്തപുരം പോക്സോ കോടതി ശിക്ഷ വിധിക്കും. ഇതിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന കാര്യം ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച സംഭവം എന്നുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും എന്ത് ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യം നമുക്ക് 11 മണിയോടുകൂടി അറിയാൻ കഴിയും. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.